again. It's a redskin. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ നല്ല മഴക്കാരൊക്കെ ഉണ്ട്. ഇപ്പം മഴ പെയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നടക്കുകയാണ് ഇവിടെ. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ iOS 14 പറ്റിയാണ്. ആപ്പിളിൻ്റെ ഒരു അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ ആപ്പിളിനെ കുറിച്ചുള്ള കുറച്ച് അപ്ഡേറ്റ്സ് ആണ്. മെയിൻലി നമുക്ക് എല്ലാവർക്കും അറിയാം iOS 14 റിലീസായി കഴിഞ്ഞു. ഇപ്പോൾ അതിൻ്റെ 14.2 പബ്ലിക് ബീറ്റ വേർഷൻ റിലീസായിട്ടുണ്ട് അപ്പോൾ അടുത്ത തന്നെ അതിൻ്റെ ഒഫീഷ്യൽ റിലീസ് ഉണ്ടാകും. അപ്പോൾ ബഗ്സ് കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യും. ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് നമുക്ക് 4 ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താനായിട്ടാണ്. 4 വിഡ്ജറ്റ് ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഇപ്പോൾ 4 സ്പെഷ്യൽ വിഡ്ജറ്റ്സ് ആപ്ലിക്കേഷനൊക്കെ റിലീസായിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മഴ വരുന്നുണ്ട്, ഞാൻ വേഗം പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ 4 വിഡ്ജറ്റ് ആപ്ലിക്കേഷൻസ്. iOSൽ ഐഫോണിൽ വർക്ക് ചെയ്യുന്ന 4 വിഡ്ജറ്റ് ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് സ്റ്റീവ് എന്നുള്ള ആപ്ലിക്കേഷൻ നോക്കാം. ഇത് നമുക്കൊരു ഗെയിമിംഗ് വിഡ്ജറ്റാണ്. നമുക്കിതിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗ ടു പ്ലേ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എങ്ങനെ ആഡ് ചെയ്യാം, വിഡ്ജറ്റ് ആഡ് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട് അവർ. അപ്പോൾ അതുപോലെ തന്നെ ക്യാരക്ടേഴ്സ്, നമുക്ക് എന്ത് ക്യാരക്ടർ വേണം. ഇപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്തപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇത് എന്ത് ഗെയിമാണെന്നുള്ളത്. നമുക്ക് ഇൻ്റർനെറ്റൊക്കെ ഡിസ്കണക്റ്റ് ആവുന്ന ടൈമിൽ ബ്രൗസറിലൊക്കെ വന്നിരുന്ന ഒരു സിമ്പിൾ ഗെയിമാണിത്. ഇതിലിപ്പോൾ കുറച്ച് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. അടിയിലായിട്ട് നമുക്ക് അൺലോക്കിങ്ങിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ക്യാരക്ടേഴ്സ് അൺലോക്ക് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ വീഡിയോസ് വാച്ച് ചെയ്തിട്ട് കോയിൻസ് ഏൺ ചെയ്യുന്ന ഓപ്ഷൻ അടിയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് ഈ വിഡ്ജറ്റ് എങ്ങനെ ആഡ് ചെയ്യാം നമുക്ക് കാണാം. അപ്പോൾ ഇതിൽ ആഡ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബോട്ടം സൈഡിൽ നമുക്ക് കാണാം. ഇതിൽ നമ്മൾ എഡിറ്റ് അല്ലെങ്കിൽ നമ്മൾ വിഡ്ജറ്റ് ലോങ് പ്രസ് ചെയ്തിട്ട് സാധാരണ ആഡ് ചെയ്യുന്ന പോലെ തന്നെ. പക്ഷേ നമ്മളിത് ആഡ് ചെയ്യാനായിട്ട് ലെഫ്റ്റ് സൈഡിൽ മുകളിൽ പ്ലസ് ബട്ടൺ അല്ല ക്ലിക്ക് ചെയ്യേണ്ടത്. നമ്മൾ അടിയിൽ വന്നിട്ട് ഈ കസ്റ്റമൈസ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് നമ്മൾ ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മൾ ആഡ് ചെയ്യണം ഈ ഒരു വിഡ്ജറ്റ്. ഇത് നമുക്ക് പ്ലേ ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്താൽ മതി. കണ്ടല്ലോ, ഇങ്ങനെ ഒരു സിമ്പിൾ വിഡ്ജറ്റാണ്. നമുക്ക് ഐഫോണിൽ വന്നിട്ടുള്ള ആദ്യത്തെ വിഡ്ജറ്റ് ഗെയിം എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വിഡ്ജറ്റാണ്, സിമ്പിൾ ഗെയിമാണ്. ഓക്കെ, ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു ആപ്ലിക്കേഷനാണത്. ഇനി അടുത്തതായിട്ട് പറയുമ്പോൾ കളർ വിഡ്ജറ്റ്സ് ആണ്. ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം. ഇതിലൊരു ക്ലോക്കിൻ്റെ വിഡ്ജറ്റാണ്. നമുക്ക് ടൈം കാണാം, അതുപോലെ തന്നെ ഡേറ്റ് കാണാം, പിന്നെ അതുപോലെ തന്നെ ഡേ ഏതാണെന്ന് കാണാം. അതുപോലെ ബാറ്ററിയുടെ പെർസെൻറ്റേജ് നമുക്ക് കാണാവുന്നതാണ്. നമുക്കിത് കസ്റ്റമൈസ് ചെയ്യാനായിട്ട്, വിഡ്ജറ്റ് കസ്റ്റമൈസ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ അതിൽ 2 ഓപ്ഷൻ ഉണ്ട്. സെറ്റ് വിഡ്ജറ്റ് നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട്, അതിനുശേഷം എഡിറ്റ് വിഡ്ജറ്റിൽ പോകാം. അപ്പോൾ അതിന് നമുക്ക് ഇഷ്ടമുള്ള സൈസ് സെലക്ട് ചെയ്യാം. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഏത് കളർ വേണമെങ്കിലാക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ലെറ്റേഴ്സിൻ്റെ കളറും ചേഞ്ച് ചെയ്യാം. അതേപോലെ നമുക്ക് ഫോണ്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോയും നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഓപ്ഷനാണിത്. എന്നിട്ട് വെറുതെ സെറ്റ് വിഡ്ജറ്റ് എന്നുള്ളത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സെറ്റായി ഉണ്ടായിരിക്കും. ഇവിടെ കണ്ടല്ലോ, നമ്മളിപ്പോൾ ആ വിഡ്ജറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ആഡ് ചെയ്യാനായിട്ട് നമ്മൾ ജസ്റ്റ് ഈ ഒരു വിഡ്ജറ്റ് സെലക്ഷൻ പാർട്ടിൽ പോവുക, പ്ലസ് കൊടുക്കുക. അതിനുശേഷം നമ്മളിവിടെ സെർച്ച് ചെയ്താൽ മതി. കളർ വിഡ്ജറ്റിന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരും. ഓക്കെ, ജസ്റ്റ് ഏത് സൈസ് വേണമെന്ന് നമ്മൾ സെലക്ട് ചെയ്യുക, ആഡ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വിഡ്ജറ്റ് വരും. കസ്റ്റമൈസ് ചെയ്യാനായിട്ട് നമ്മൾ ആപ്ലിക്കേഷനിൽ പോവുക, അല്ലെങ്കിൽ ജസ്റ്റ് വിഡ്ജറ്റ് ടാപ്പ് ചെയ്യുക. അതിനുശേഷം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതാണ് ഈ ഒരു വിഡ്ജറ്റ് ആപ്ലിക്കേഷനെ പറ്റി പറയുമ്പോൾ. ഇതിൽ നമുക്ക് കുറേ വിഡ്ജറ്റ്സ് കൊടുത്തിട്ടുണ്ട്, കളർ വിഡ്ജറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ചിലതൊക്കെ നമുക്ക് പേയ്മെൻറ്റോടുകൂടി മേടിക്കേണ്ടതാണ്, നമുക്ക് അൺലോക്ക് ചെയ്യണം. അപ്പോൾ അതിന് പൈസ ചിലവാക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള വിഡ്ജറ്റ് ആപ്ലിക്കേഷനാണ്. പിന്നെ അടുത്തായിട്ട് വിഡ്ജറ്റ് സ്മിത്താണ്. ഇത് നമ്മൾ ജസ്റ്റ് കലണ്ടേഴ്സ്, നമുക്ക് കുറച്ച് വിഡ്ജറ്റ് മോഡൽസ് വഴി കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തെ ഒരെണ്ണം കലണ്ടറാണ്. ഇത്തരത്തിലുള്ള കലണ്ടർ നമുക്ക് ആഡ് ചെയ്യാൻ, വിഡ്ജറ്റായിട്ട് ആഡ് ചെയ്യാൻ. അതുപോലെ തന്നെ രണ്ടാമത്തെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഡേറ്റ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു കലണ്ടറാണ്. പിന്നെ അടുത്തത് നമുക്ക് ഇങ്ങനത്തെ ഒരു ലാർജ് വിഡ്ജറ്റാണ്. ഇതുകൂടാതെ നമുക്ക് ഈ ടൂൾസ് എന്നുള്ളതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വെതറിൻ്റെ പക്ഷേ പ്രീമിയം സബ്സ്ക്രിപ്ഷൻ ചോദിച്ചിട്ടുണ്ട്. പിന്നെ വേൾഡ് ടൈമർ, റിമൈൻഡേഴ്സ്, ഹെൽത്ത്, അതുപോലെ ഫോട്ടോസൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഈ ചിലതിന്, അതായത് നമ്മൾ ഈ പറയുന്ന വേൾഡ് ടൈം, അതുപോലെ തന്നെ വെതറൊക്കെ നമുക്ക് അതിന് ലൊക്കേഷൻ പെർമിഷനൊക്കെ വേണം. അപ്പോൾ അതിന് സെറ്റിങ്സിൽ പോയിട്ട് മാനേജ് പെർമിഷനിൽ പോയിട്ട് ഇവിടെ നമ്മൾ പെർമിഷൻ കൊടുക്കണം. പെർമിഷൻ കൊടുത്താൽ മാത്രമേ നമുക്ക് അതൊക്കെ പ്രോപ്പറായിട്ട് വർക്കിംഗ് ആവുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ആപ്ലിക്കേഷൻ വിഡ്ജറ്റ് സ്മിത്ത്, ഞാനത് അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. സെയിം ഇവിടെ ആഡ് ചെയ്ത് നമ്മൾ ആ വിഡ്ജറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് ആ ആപ്ലിക്കേഷനിലേക്ക് പോകുന്നതാണ്. ഓക്കെ, പിന്നെ അടുത്തായിട്ട് ലോഞ്ചർ എന്ന് പറഞ്ഞൊരു വിഡ്ജറ്റാണ്. ഇത് നമുക്ക് ആപ്ലിക്കേഷൻസ് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ആഡ് ചെയ്യാൻ. ഇപ്പോൾ ഓൾറെഡി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് കാണിക്കാം. ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഇൻ്റർഫേസ്, ഇത്തരത്തിലുള്ള വിഡ്ജറ്റാണ് വരുന്നത്.
അപ്പോൾ ഇതിൽ ഇൻസ്റ്റാഗ്രാം അതുപോലെ ഫേസ്ബുക്ക് ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻസൊക്കെ നമുക്ക് ഗ്രൂപ്പ് ചെയ്തിട്ട് ഒരു വിഡ്ജറ്റ് രൂപത്തിലാക്കിയിട്ട് ഇടാൻ പറ്റും. നമുക്കിവിടെ ഒരു ആപ്ലിക്കേഷൻ അഡീഷണൽ ആഡ് ചെയ്യാൻ ആഡ് ന്യൂ കൊടുക്കുക. ആപ്സാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ആപ്പ് ലോഞ്ചറിൽ പോവുക. അതല്ല നമുക്ക് മ്യൂസിക് വേണമെങ്കിൽ മ്യൂസിക്കിൽ പോവുക. അതിനുള്ള കോൺടാക്ട്സ് പോകാം, വെബ് ലോഞ്ചറിൽ പോകാം. നമുക്ക് ഏത് വേണമെങ്കിലും കസ്റ്റമൈസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. മ്യൂസിക്കൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് പർട്ടിക്കുലർ സോങ് വരെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ളൊരു വിഡ്ജറ്റാണ് ഞാനിപ്പോൾ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ബുക്സ് ആഡ് ചെയ്യണമെങ്കിൽ ബുക്സ് ആഡ് ചെയ്യാം. നമുക്ക് കണ്ടല്ലോ ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇത്തരത്തിലുള്ളൊരു വിഡ്ജറ്റ് ആപ്ലിക്കേഷനാണ്. ഇതും ഇതുപോലെ തന്നെ നമ്മൾ വിഡ്ജറ്റ് ആഡ് ചെയ്താൽ മാത്രം മതി. നമുക്ക് കാണിക്കും ഇത് ഏത് വിഡ്ജറ്റാണ് ആഡ് ചെയ്യേണ്ടതെന്നുള്ളത്. ലാർജ് വേണോ സ്മോൾ വേണോ ഏത് വേണമെന്ന് വെച്ചാൽ നമ്മൾ ആഡ് ചെയ്യുക. ജസ്റ്റ് വന്നിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് 4 നല്ല വിഡ്ജറ്റ് ആപ്ലിക്കേഷൻസാണ് കൊടുത്തുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ വിഡ്ജറ്റ്സൊക്കെ ഇപ്പോൾ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വിഡ്ജറ്റ്സ് നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ.